السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ സൈൽ അസീസ് 2009 ഫെബ്രുവരി മാസം 13 നടത്തിയ ജുമാ ഖുതുബയുടെ ചില ഭാഗങ്ങളാണ് കേൾപ്പിക്കുന്നത്. വിഷയം ദിക്റുള്ള, ദൈവസ്മരണ എന്നതാണ്. വിശുദ്ധ ഖുർആൻ 72-ാം അധ്യായം 18-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമൻ യുഇരിദ് അൻ ദിക്രി റബ്ബിഹി യസ്ലുകുഹു അദാബൻ സഅദാ. വല്ലവനും തൻ്റെ നാഥൻ്റെ സ്മരണ വിട്ട് തിരിഞ്ഞു പോകുന്നതായാൽ അല്ലാഹു അവനെ അതികഠിനമായ ശിക്ഷയിൽ തള്ളിവിടും. വമൻ യുഇരിദ് എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോവുക. അൻ ദിക്രി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണയിൽ നിന്ന്. യസ്ലുകുഹു, അവനെ പ്രവേശിപ്പിക്കുന്നതാണ്, തള്ളിവിടുന്നതാണ്. അദാബൻ സഅദ, കഠിനപരമായ ശിക്ഷയിലേക്ക്. അപ്പോൾ ദൈവസ്മരണയിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾക്ക് ശക്തമായ താക്കീത് അല്ലാഹു തആല ഈ വചനത്തിലൂടെ നൽകുന്നു. അത്തരക്കാർ തങ്ങളുടെ നാഥനെ സ്മരിക്കുന്നതേയില്ല. ആയതിനാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ കഠിനമായ ശിക്ഷയ്ക്ക് താൻ വിധേയനാക്കുന്നതാണ് എന്ന് അല്ലാഹു പറയുന്നു. ഈ വചനത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, ക്ഷേമത്തിനു വേണ്ടി അല്ലാഹു തആല അവനെ ഒരു നല്ല കാര്യം പഠിപ്പിക്കുന്നു എന്ന് കാണാവുന്നതാണ്. ദൈവസ്മരണ എന്ന പദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, ഈ ലോകത്തിൻ്റെ നാഥനും എല്ലാ ശക്തികളും സ്വീകരിക്കാൻ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനും എന്നതിനെ സൂചിപ്പിക്കുന്നു. നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള സൂചന വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ വൃത്തിയായും ശുദ്ധമായും സൂക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൻ്റെ സ്മരണ അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മെ ശുദ്ധീകരിക്കുവാനും എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും അകലുവാനും അല്ലാഹുവിനോടുള്ള സ്മരണ ഏറ്റവും നല്ല മാർഗമാണ്. ദൈവസ്മരണ പിശാചിൽ നിന്നും അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുന്നു. നാം തിരിയേണ്ടത് നമ്മെ ശുദ്ധിയാക്കുന്ന സ്രോതസ്സുകളാണ്. അത് എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും നമ്മെ അകറ്റുന്നതും നമ്മെ പരിശുദ്ധപ്പെടുത്തുന്നതും ആയിരിക്കണം.
ഇന്ന് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് പല രീതിയിലുള്ള തൊഴിലുകളും ജോലികളും തിരക്കുകളും ഒക്കെ മനുഷ്യർക്ക് സാധാരണ ദിവസങ്ങളിലുള്ളതുപോലെ ഉണ്ടാകാവുന്നതാണ്. എന്നാൽ ഈ ദിവസം അത്തരത്തിലുള്ള ജോലികളിൽ നിന്നൊക്കെ മാറി ദൈവസ്മരണ നിലനിർത്തുന്നതിന് പര്യാപ്തമായ ഒരിടം തേടി ഒരു ആരാധനാലയത്തിലേക്ക് അവൻ കഴിയുന്നതും നേരത്തെ തന്നെ എത്തിച്ചേർന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിരിക്കുവാൻ പര്യാപ്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇബാദത്തുകളിൽ മുഴുകി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനു വേണ്ടി തയ്യാറാകുന്ന എത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ, എത്ര കുട്ടികൾ ഈ ഭൂമുഖത്തുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ സാധാരണ നിലയിൽ കാണുന്നത് പോലെ സാധാരണ മുസ്ലിം വിഭാഗങ്ങളിലുള്ള ആരായാലും വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം. അത് ഉച്ചയാകുമ്പം പോകണം. അതിന് ചിലപ്പോൾ വീട്ടിലുള്ള ഭാര്യമാർ ചിലപ്പോൾ വസ്ത്രം കഴുകി കൊടുത്ത് റെഡിയാക്കി വെള്ളിയാഴ്ച എങ്കിലും നിങ്ങളൊന്ന് പോ എന്ന് പറഞ്ഞ് തള്ളി ഉന്തി ചിലപ്പം വിട്ടാൽ ഒന്ന് പോകുമെന്നല്ലാതെ അപ്പോൾ അവരോടും കൂടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവും ബോധവും ഒന്നും അവർക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ അതാരെങ്കിലും പകർന്നു കൊടുക്കുകയാണെങ്കിൽ അവർ പുതിയ വിശ്വാസക്കാരാണ് എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയും. ഇങ്ങനെ അധപ്പതനത്തിൽ നിന്നും അധപ്പതനത്തിലേക്ക് ലോകം, കുടുംബം, വ്യക്തികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല എന്ത് പറയുന്നു? വമൻ യുഇറിദ് അൻ ദിക്രി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിനെ, തന്നെ സൃഷ്ടിക്കുക, സംരക്ഷിക്കുക, അവന് വേണ്ടുന്നതൊക്കെ നൽകുക, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമുഖത്ത് ഏർപ്പെടുത്തി കൊടുക്കുക. അവനല്ല ഭൂമി സൃഷ്ടിച്ചത്, അവനല്ല ഇതിലുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചത്, അവന് ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ സൃഷ്ടിച്ചത് അവനല്ല. അങ്ങനെ വായു, വെള്ളം എല്ലാം അവന് വേണ്ടതൊക്കെ സൃഷ്ടിച്ച് നൽകിയ അവൻ്റെ രക്ഷിതാവായിട്ടുള്ളവനെ വിസ്മരിച്ചുകൊണ്ട് അവൻ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ എല്ലാം നൽകിയതിന് ശേഷം ആ നൽകിയവനെ അവൻ വിസ്മരിച്ച് കളയുകയാണെങ്കിൽ വമൻ യുഇറിദ് അൻ ദിക്രി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ വിട്ട് അവൻ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ യസ്ലുകുഹു അദാബൻ സഅദ, അതികഠിനമായ ശിക്ഷയിലേക്ക് തള്ളിവിടും. നമ്മൾ ഓരോ വീടുകളിൽ നമ്മളൊന്ന് സന്ദർശനം നടത്തി നോക്കണം. ഏതെല്ലാം രീതിയിലുള്ള രോഗങ്ങളാൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ, കഷ്ടതകളാൽ ഒക്കെ അകപ്പെട്ട് മനുഷ്യൻ കഴിയുകയാണ്. അതിൽ നിന്നുള്ള മോചനത്തിൻ്റെ വഴികൾ അള്ളാഹു തുറന്നു വെച്ചിട്ട് ആ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാകാത്തവർക്ക് ഈ വചനം എന്താ പറയുന്നത്? തന്നെ രക്ഷിച്ച, തന്നെ സൃഷ്ടിച്ച, തന്നെ സംരക്ഷിക്കുന്ന തൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ വിട്ടുള്ള ജീവിതം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ യസ്ലുകുഹു അദാബൻ സഅദ, അതികഠിനമായ ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ആർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് രക്ഷാമാർഗം വേണമെങ്കിൽ നിങ്ങൾ ഇത് ജീവിതം നന്നാക്കിക്കൊള്ളുക. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ വൃത്തിയായും ശുദ്ധമായും സൂക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്മരണ അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മുടെ ഹൃദയശുദ്ധി വരണമെങ്കിൽ, മനഃശുദ്ധി വരണമെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കാതെ ഒരു രീതിയിലും അതിനെ കഴുകാൻ പറ്റില്ല. നമ്മുടെ കൈയും കാലും ശരീരവുമൊക്കെ ശുദ്ധിയാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ജലത്തോടൊപ്പം സോപ്പ് ഉപയോഗിക്കും. എന്തിനാണ്? അതിലുള്ള അഴുക്ക് മുഴുവൻ ശുദ്ധമായി, അഴുക്ക് മുഴുവൻ പോയി ശുദ്ധമാകണം. അതിന് വേണ്ടുന്ന സാധനമാണ് അതിൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കയ്യിൽ പുരട്ടി നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകളെ ഉന്മൂലനം ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തെ കഴുകാൻ നമ്മുടെ വല്ല സോപ്പ് ഇരിക്കുന്നു, വല്ല സർഫ് പൊടി ഇരിക്കുന്നു, വേറെ വല്ലതും ഇരിക്കുന്നു? ഇല്ല, നമുക്ക് ഹൃദയമുണ്ട് എന്നുള്ളത് സത്യവുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്നത്
ഈ ദിക്റുകളിലൂടെ അവനെ സ്മരിക്കുന്നതിലൂടെ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തി വേണോ, സമാധാനം വേണോ, ദൈവസ്മരണ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈ കാര്യം നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ ആത്മാവിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ കൈകാലുകളിലേക്ക്, നിങ്ങളുടെ സിരകളിലേക്ക്, നിങ്ങളുടെ രക്തത്തിലേക്ക്, നിങ്ങളുടെ ജീവനിലേക്ക് നിങ്ങൾ പ്രവഹിപ്പിക്കുന്നില്ല എങ്കിൽ യസ്ലുക്കുഹു അദാബൻ സായദ, കഠിനമായ ശിക്ഷയിലേക്ക് അല്ലാഹു തആല അവനെ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ആലോചിച്ച് നോക്കി, നമുക്ക് പറ്റിയ വസ്ത്രങ്ങൾ കഴുകുവാനായി നമ്മൾ സോപ്പാണല്ലോ ഉപയോഗിക്കുന്നത്. അതുപോലെ മണമുള്ള സോപ്പുകളും ഷാമ്പുവോ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ യാതൊരു അഴുക്കുകളും ഉണ്ടായിരിക്കുന്നതല്ല. സ്ത്രീകളും പെൺകുട്ടികളും ആർത്തവ കാലയളവിലും പ്രസവ കാലയളവിലും ഒരാഴ്ചയോ അതിൽ കൂടുതലോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ നിൽക്കുന്നു. ഈ വേളയിൽ ശാരീരികമായി അവരുടെ ശരീരം അശുദ്ധമാണ്. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയും ഒരു കാലഘട്ടം അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നു. അവർ ഈ കാലയളവിൽ അവർക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഈ കാലയളവിൽ പ്രാർത്ഥനയിൽ നിന്നും ഖുർആൻ വായിക്കുന്നതിൽ നിന്നും അവർ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമസ്കാരമാണ്. അപ്പോൾ നമസ്കാരവും ഖുർആൻ പാരായണവും ഈ സന്ദർഭത്തിൽ അവർക്ക് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് എന്തുകൊണ്ട് ദൈവീകമായ കാര്യങ്ങൾ ചെയ്തുകൂടാ? ആർത്തവകാലത്ത് ദൈവീകമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അവരെ അള്ളാഹു നിരോധിച്ചിരിക്കുന്നു. കാരണം അവർ ശാരീരികമായി അശുദ്ധിയിലാണ്, അവരുടെ ആത്മാക്കൾ ശുദ്ധിയാണ്. അപ്പോൾ നമ്മുടെ ശരീരമാണ് അശുദ്ധമായിരിക്കുന്നത്, പക്ഷേ അവരുടെ ആത്മാക്കൾ ശുദ്ധമാണ്. എന്നാൽ ഈ കാലയളവിൽ അള്ളാഹുവിനോടുള്ള സ്മരണ നിലനിർത്തുന്നതിന് യാതൊരു വിലക്കുമില്ല. അപ്പോൾ ആത്മാവ് ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധമാണ്. അപ്പോൾ ഹൃദയത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്നതിന് അതിനെ ശുദ്ധിയാക്കുന്ന മെത്തേഡാണ്. ശാരീരികമായിട്ട് അശുദ്ധിയിലായതുകൊണ്ട് അത് ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ആ നിലയിലുള്ള ഇബാദത്ത് ചെയ്യേണ്ടതില്ല. അവർ നിർബന്ധമായും അള്ളാഹുവിൻ്റെ സ്മരണ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഈ കാലയളവിൽ ക്ഷമിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള സ്മരണ അങ്ങേയറ്റം കൂട്ടേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ശരീരമാണ് അശുദ്ധമായിട്ടുള്ളത്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എപ്പോഴെല്ലാം രക്തം നിർത്താതെ ഒഴുകുന്നു അപ്പോഴെല്ലാം നിങ്ങൾ അശുദ്ധരാണ്. ഈ കാലയളവിൽ നിങ്ങൾക്ക് നമസ്കരിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഒഴികെയുള്ള ദൈവസ്മരണ നിലനിർത്തുന്ന ആത്മീയമായിട്ടുള്ള ആ മനസ്സിൽ, ഹൃദയത്തിൽ നിങ്ങൾക്ക് ദൈവസ്മരണ നിലനിർത്തുവാൻ അനുവാദം നൽകിയിരിക്കുന്നു. ഖുർആൻ പാരായണവും നമസ്കാരവും രണ്ട് കാര്യമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള കൽപ്പന നൽകിയിട്ടുള്ളത്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എപ്പോഴെല്ലാം അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നാൽ നിങ്ങളുടെ ഹൃദയവും ആത്മാവിനെയും ശുദ്ധിയാക്കണം എന്നാണ്. ഇങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം അള്ളാഹുവുമായി നാം വളരെയേറെ അടുക്കുന്നതായിരിക്കും. ആത്മീയമായും ശാരീരികമായും അള്ളാഹുവിൻ്റെ സുരക്ഷാ കവചത്തിലായിരിക്കും നമ്മൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ സുരക്ഷാ കവചത്തിലായിരിക്കുന്നതിന് അള്ളാഹു തആല പറഞ്ഞു തരുന്ന ഈ വഴികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രാവർത്തികമാക്കുകയും അങ്ങനെ നിങ്ങളുടെ ഇഹലോക ജീവിതം ശുദ്ധീകരിക്കപ്പെടുകയും അതിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ഒടുവിൽ അവൻ തൃപ്തിപ്പെട്ട നിലയിൽ നമ്മളെ അവനിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ അതിമഹത്തായ പാരത്രിക ലോക കാഴ്ചകളും ജീവിതവും നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടിക്കൊണ്ടാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ ഈ ലോകത്ത് നടത്തുവാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്രകാരം ശാരീരികമായ ശുദ്ധി വരുത്തുവാനും മാനസികമായ ശുദ്ധി വരുത്തുവാനും ആത്മീയമായ ശുദ്ധി വരുത്തുവാനും അങ്ങനെ പരിശുദ്ധരിൽ പരിശുദ്ധനായ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പ്രാപ്തമാക്കട്ടെ.
ആ ഒരു സംശുദ്ധമായ ജീവിതത്തിലൂടെ ഈ ലോക ജീവിതവും പാരത്രിക ലോക ജീവിതവും ഈ രണ്ട് ലോകത്തിലെയും വിജയവും അള്ളാഹു വെച്ച് നീട്ടുകയാണ്. അത് നമുക്ക് ലഭിക്കുവാൻ അള്ളാഹു കരുണ ചെയ്യട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ എത്രത്തോളം നേരത്തെ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നുവോ, കുളിച്ച് ശുദ്ധിയായ ദിക്റുകളിലും സലാത്തുകളിലും ഖുർആൻ പാരായണത്തിലും അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനുള്ള നഫിൽ നമസ്കാരങ്ങളിലുമായിട്ട് നിങ്ങൾക്ക് പള്ളിയിൽ എത്ര നേരത്തെ വന്ന് കഴിച്ചു കൂട്ടാൻ കഴിയുമോ അത്രത്തോളം കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.